ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കണു. കുറച്ച് ഗാർഡൻ അപ്ഡേറ്റ്സ് കണ്ടാലോ? കുറച്ച് ദിവസമായില്ലേ ഗാർഡൻ അപ്ഡേറ്റ്സ് കണ്ടിട്ട്. ഞങ്ങൾക്കിവിടെ പച്ചക്കറികൾ എന്താ പറയുക, സമ്മർ മന്ത്സിൽ 3 മാസമാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ്. ആ 3 മാസത്തിൽ എടുക്കാൻ പറ്റുന്ന പച്ചക്കറികളാണ് ഞങ്ങൾക്ക് കേട്ടോ. ഇവിടെ ഓസ്ട്രേലിയയിൽ പിന്നെ തണുപ്പായില്ലേ ഇവിടെ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിൻ്റർ പച്ചക്കറികളൊക്കെ വെക്കാം, പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം എന്താ പറയുക, സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന പച്ചക്കറികളേ ഉള്ളൂ. അത് വിൻ്റർ പച്ചക്കറികൾ കേട്ടോ. സമ്മർ പച്ചക്കറികൾ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റിൻ്റെ ഉള്ളിൽ എടുക്കണം. എനിവേ, അപ്പോൾ കുറച്ചൊരു ഗാർഡൻ അപ്ഡേറ്റ്സ് കാണാം. പിന്നെ എന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയണു. എന്താ പറയുക, ഞാൻ ഈ വീഡിയോസ് കുറവായിട്ട് ഇടുന്നത് ഇത് മെയിനായിട്ട് ഇതാണ് റീസൺ. സമ്മറിലാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വിൻ്ററിൽ കാര്യമായിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പച്ചക്കറികൾ ഗാർഡനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാര്യമായിട്ടൊന്നും വീഡിയോസ് ഇടാത്തത്. പിന്നെ ജോലി തിരക്കും എല്ലാം കൂടെ. എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഉള്ള സബ്സ്ക്രൈബേഴ്സിനും പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറയുന്നു. നിങ്ങൾ തരുന്ന ഓരോ മോട്ടിവേഷനാണ് പിന്നെയും വീഡിയോസ് ഇടാൻ തോന്നുക അല്ലേ. ഓക്കെ, അപ്പോൾ ഗാർഡൻ അപ്ഡേറ്റ്സ് പോവാട്ടോ. കണ്ടോ, നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. കണ്ടോ, വീണ്ടും വണ്ടർഫുൾ സൺഫ്ലവർ ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇതൊരു നാളെ വിരിയുമായിരിക്കും അല്ലേ. അതൊന്ന് ഇവിടെ വിരിഞ്ഞ സൺഫ്ലവേഴ്സിനെ കാണിച്ചു തരാം. എന്ത് ബ്യൂട്ടിഫുള്ളല്ലേ, ബ്യൂട്ടിഫുൾ അല്ലേ. ഒന്നും ഞാൻ ചെയ്യണില്ല അതിനു വേണ്ടി. പക്ഷികൾക്ക് കഴിക്കാൻ വേണ്ടി സൺഫ്ലവർ സീഡ്സ് ഇട്ട് കൊടുക്കും അവർ. പിന്നെ ഈ സൺഫ്ലവർ തന്നെ ഇതിങ്ങനെ ഉണങ്ങുമ്പോൾ ഈ സീഡ്സ് ഉണ്ടാവുമല്ലോ, ഞാൻ എടുക്കാറില്ല. അതങ്ങനെ പക്ഷികൾക്ക് കഴിക്കാനായിട്ട് പിന്നെ വിടും കേട്ടോ. ഒരേ ഒരു തവണയാണ് ഞാൻ ബേർഡ്സിന് കഴിക്കാൻ വേണ്ടി സൺഫ്ലവർ സീഡ്സ് മേടിച്ചത് കേട്ടോ. ഒരേ ഒരു തവണയാണ് മേടിച്ചത്. പിന്നെ അതങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അവർക്ക് പിന്നെ ഉണ്ടാവുമ്പോൾ അത് എന്താ പറയുക, റീസൈക്ലിങ് അങ്ങനെ. അപ്പോൾ എല്ലാ വർഷവും എനിക്കിങ്ങനെ സൺഫ്ലവർ ഓട്ടോമാറ്റിക്കായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സൂപ്പറല്ലേ. ഇത് ഇവിടെ ഒരു സൺഫ്ലവർ. ഓരോ ചട്ടി വീതം 1 or 2 ഒക്കെ ഉണ്ട്, ചിലതിൽ കൂടുതലും ഉണ്ട്. കുറച്ച് പച്ചക്കറികൾ വിളവെടുക്കാറും ആയി കേട്ടോ. ആദ്യം ഒരു റൗണ്ട്സ് പോകാം. കണ്ടോ, കയ്പ്പയ്ക്ക പാവയ്ക്ക എത്രയ്ക്ക് ആയിട്ടുണ്ട്. കാ പിടിച്ച് വരണേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ചൂട് നല്ല ചൂടാണ്. എന്നാലും സമ്മർ ടൈം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇതാണല്ലോ സമ്മർ, ഇവിടെ തുടങ്ങണേ ഉള്ളൂ. സോ കാ പിടിച്ചിട്ടുണ്ട് കയ്പ്പയ്ക്ക. പിന്നെ ഇവിടെ കണ്ടോ പടർന്ന് കിടക്കുന്നത്. എന്താ പറയുക, ഓരോ ഇലയുടെ വലിപ്പം കണ്ടോന്നേ. മത്തങ്ങയാണ്, നാടൻ മത്തങ്ങ കണ്ടോ. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നു. ടെറസ് ഗാർഡനല്ലേ ഞാൻ ചെയ്യണത്. അപ്പോൾ ടെറസ് ഗാർഡനിൽ ഇത്രയും വലുപ്പത്തിലൊക്കെ ഇലയും പച്ചക്കറിയൊക്കെ ഉണ്ടാവും ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഐ എം സോ ഹാപ്പി. ആ ഹാപ്പി നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതുണ്ടോ, ഈ ഇലയിലൊക്കെ നമുക്ക് ചോറുണ്ണാം. എന്ത് പറയണു, ചോറും കറിയൊക്കെ ഒഴിച്ച് കഴിച്ചുകൂടെ അല്ലേ. അത്രയും വലുപ്പമുണ്ട്, അത്ര വലിയ ഇലകളാണ്. കണ്ട, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇതൊക്കെ പത്തിലക്കറിയിൽ കർക്കിടക മാസത്ത് പത്തിലക്കറി ഉണ്ടാക്കുമല്ലോ. 10 ഇല കറിയിൽ ഇതും ഒരു ഇലയാണല്ലോ. മത്തങ്ങയുടെ ഇല, പയറിൻ്റെ ഇല, അങ്ങനെ 10 ഇല കറി എടുത്ത് 10 ഇല കറി ഉണ്ടാക്കുമല്ലോ അല്ലേ. ഇത് ഞാൻ അല്ലെങ്കിൽ എടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് തോരനുണ്ടാക്കാനൊക്കെ. ഇത് തോരനുണ്ടാക്കാമല്ലോ, ഈ ഇലയും കൊണ്ട് തോരനുണ്ടാക്കാം. പക്ഷേ ഈ വലുപ്പം കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷം. ഇതിൽ തന്നെ അങ്ങനെ ചോറുണ്ണാം. അങ്ങനെ
പിന്നെ അതങ്ങനെ പടന്നു പോയി ടെറസ് ഗാർഡനിൽ. ഞാൻ ഇത് എവിടെ പടുത്തിയിടുന്ന എനിക്കറിയില്ല. പിന്നെതാ ഇവിടെയൊക്കെ ഇത് സെല്ലർ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സെല്ലറാണ് കേട്ടോ ഇത്. കണ്ട, ഇതിങ്ങനെ ഉണ്ട സെല്ലറാണ്. ഉരുണ്ടിട്ടുണ്ടാവും. ആവണേ ഉള്ളൂ, പകുതിയോളം ആയിട്ടുണ്ട്. എടുക്കുമ്പോൾ ഉരുണ്ടയായിരിക്കും അടിയിൽ. മുകളിൽ അതിൻ്റെ ലീവ്സ് ഇങ്ങനെയാണ്. ഓക്കെ. പിന്നെ ഇപ്പുറത്ത് ഗ്രേപ്സ് കണ്ടോ. ഇതൊരു തരം കുഞ്ഞു കുഞ്ഞായിട്ടുണ്ടാവുന്ന ഗ്രേപ്സാണ്. നല്ല ടേസ്റ്റാണ്. യാ, ബ്ലൂ കളർ ഗ്രേപ്സാണ്. ഗ്രേപ്സ് കുറേ ഉണ്ടായിട്ടുണ്ട്. ഗ്രേപ്സൊക്കെ ഇനി വിളവെടുക്കണമെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആവും തോന്നുന്നു. യാ, അങ്ങനെ ഗ്രേപ്സ് കുറേ ഉണ്ട്. പിന്നെന്താ, അവിടെ കണ്ടോ ഗ്രേപ്സ് കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ബീട്രൂട്ട് വെച്ചിട്ടുണ്ട്. അതാവണേ ഉള്ളൂ ബീട്രൂട്ട്. പിന്നെ ഇവിടെ പിന്നെയും കണ്ട, അയ്യ, ഇതിൻ്റെ മുകളിൽ കയറി. ഈശ്വര. സോ വെള്ളരി കുറേ ഹാർവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. 2-3 എണ്ണം ഉണ്ട്. ഓക്കെ, ഹാർവെസ്റ്റ് ചെയ്യണം അതൊക്കെ. പിന്നെ ഇതാ ഉള്ളി ഹാർവെസ്റ്റിന് റെഡിയായി കേട്ടോ. എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഉള്ളി കുറേ, സാമ്പാർ ഉള്ളി, ചെറിയ ഉള്ളി. പിന്നെ ഇത് മിൻസ്, നമ്മുടെ മിൻറ്റാണ്. ഇവിടെയും മിൻറ്റുണ്ട്. പിന്നെ ഈ മത്തങ്ങയാണ് സ്ഥലം മൊത്തം അങ്ങോട്ട് ഓക്യുപ്പൈ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് തന്നെ ഉണ്ടാവേണ്ടതാണ്. ഈ കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഉരുളക്കിഴങ്ങില്ലേ, മുള വരുന്ന ഭാഗം ഇങ്ങനെ മണ്ണിൽ ഇടുകയാണെങ്കിൽ അത് ഉരുളക്കിഴങ്ങ് തന്നെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നതാണ് എനിക്ക് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഞാൻ ഇതിനായിട്ടൊന്നും ചെയ്യാറില്ല. കടയിൽ മേടിക്കാൻ കിട്ടും ഉരുളക്കിഴങ്ങ് വിത്തായിട്ട്. അതൊന്നും ഞാൻ ചെയ്യാറില്ല. അല്ലാണ്ട് തന്നെ എനിക്ക് ഉരുളക്കിഴങ്ങ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. കിച്ചൺ വേസ്റ്റിൽ മുള വരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഭാഗം ഞാൻ ഇങ്ങനെ മണ്ണിലിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ. പിന്നെതാ ഇവിടെ ബീട്രൂട്ട് ആയിട്ടുണ്ട്, എടുക്കാറായിട്ടുണ്ട്. ഇവിടെ വേറൊരു സെറ്റ് വെച്ചതാണ്. ഇതൊരു മെക്സിക്കൻ ഇതാണ് കേട്ടോ, മെക്സിക്കൻ മുളക്. കൊല്ലം ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. ഇത് ഇത്രയും വലുപ്പമാണോ വരില്ലോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ നാടൻ, ഞാൻ വിത്തിട്ട് കിളുത്തതാണ്. ആയി വരുന്നേ ഉള്ളൂ. നാടൻ മുളകാണ്. ഇത് കണ്ടോ, ടൻടഡായി. എൻ്റെ എന്താ പറയുക, കോളിഫ്ലവർ സൂപ്പറല്ലേ. ഇതൊക്കെ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യണം. ഇത് നമ്മുടെ കാന്താരി ആയി വരുന്നേ ഉള്ളൂ. കാന്താരിയാണ്. പിന്നെ സൺഫ്ലവേഴ്സ് എല്ലായിടത്തും ഉണ്ട്. തക്കാളി, ഇതൊരു തരം തക്കാളിയാണ്. സാലഡ് തക്കാളിയാണ് തോന്നുന്നുണ്ട് ഇത്. തക്കാളി. ഓക്കെ. കണ്ടോ, കുറച്ചൊക്കെ പഴുക്കാൻ തുടങ്ങി. കാരണം ജൂണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ നല്ല ചൂടാണ്. 40 ഡിഗ്രിയൊക്കെ ആയിരുന്നു ഇന്നലെയൊക്കെ. ഇന്നും ഏകദേശം അത്രയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട്. ബട്ട് സമ്മർ ഇപ്പോഴാണ് സ്റ്റാർട്ട് ആവണേ. ഇപ്പോൾ ഇവിടെ 3 മാസം ഉണ്ടാവുള്ളൂ, പിന്നെ തണുപ്പായി. പിന്നെ ഇതാ വെണ്ട റെഡ് വെണ്ട ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. കണ്ട, ഇത്രയും വലിപ്പം വെച്ചിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഈ മറ്റേ സൺഫ്ലവർ ഇതിൻ്റെ പവർ മൊത്തം എടുക്കാമെന്നാണ് തോന്നണേ. അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് ഇതിനധികം വളരാൻ സ്ഥലമില്ലാത്ത. എന്ത് ചെയ്യാനാ, സൺഫ്ലവർ സീഡ്സ് ഓട്ടോമാറ്റിക് ഉണ്ടാവണതാണ്. ഞാനൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ. ഇത് നമ്മുടെ നാടൻ ചീര വിത്തിട്ടപ്പോൾ കഴിഞ്ഞ കാലത്ത് വിത്ത് എടുത്തിട്ട് ഇട്ടതാണേ. നാടൻ ചീര, പച്ചച്ചീര എത്രയും ആയിട്ടുണ്ട്. ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്. അതും നാടൻ നമ്മുടെ മുളകാണ് കേട്ടോ. ഇവിടെ ഇത് നമ്മുടെ മുളകാണ്. അവിടെ കണ്ട, അത് മുളകാണ്. അങ്ങനെ പൂക്കൾ കണ്ട.
പെലർഗോണി എന്ന് പറയും പൂക്കൾ. സ്ട്രോബെറിയുടെ ഒക്കെ കാലം കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. സ്ട്രോബെറി കുറേ ഉണ്ടായി, അതിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇഞ്ചി ഇപ്പോൾ പൊട്ടി മുളച്ചിട്ടേ ഉള്ളൂ. അവിടെയും കുറച്ച് ബീട്രൂട്ട്, സാലഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഉള്ളിയൊക്കെ വിളവെടുക്കണം ഇന്ന്. പിന്നെ ഒരു ടേണിപ്പും കൂടി ആയിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളി ഇഷ്ടം പോലെയാണ്. തക്കാളി ഓരോ കൊല്ലം ഇങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന തക്കാളിയൊക്കെ ഞാനിങ്ങനെ അങ്ങ് ഇടും, മണ്ണിലിടും. ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഉണ്ടാവണതാണ്. ഇത് ഞാൻ ഒന്ന് രണ്ട് തക്കാളി ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇവിടെ തന്നെത്താനെ ഉണ്ടായതാണ്. കണ്ടോ, ഇത് ഫ്ലൈഷ് ടൊമാറ്റോ എന്ന് പറയും. വലിയ തക്കാളിയാണ്. ഇതിൻ്റെ കണ്ടോ ഇത്രയും വലുപ്പമുണ്ട്. ഇതിനി വലുതാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല വലുപ്പം ഉണ്ടാവും. എൻ്റെ കയ്യിൻ്റെ ഇതാ കണ്ടോ, എൻ്റെ കയ്യിൻ്റെ ഒരു ഫുൾ കൈക്കുണ്ട് ഒരു തക്കാളി. ഇത് വേറൊരു വെറൈറ്റിയാണ്, റോമാ തക്കാളി എന്ന് പറഞ്ഞുകൊണ്ട്. സാലഡ് തക്കാളിയാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ ഇതുണ്ട്. ഇതാണ് ഇഷ്ടംപോലെ ഇവിടെ ഒരു മലയാളി കടയിൽ നിന്ന് എന്താ പറയുക, മത്തങ്ങ മേടിച്ച് അതിൻ്റെ കുരു ഇട്ടതാണ് ഞാനിങ്ങനെ. എന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ കൺമണി കാണിച്ചിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. കണ്ടോ കണ്ടോ, എൻ്റെ ആദ്യത്തെ ചക്കരക്കുട്ടി, എൻ്റെ ആദ്യത്തെ കൺമണീനെ കണ്ടോ? ഇത് ഭംഗിയല്ലേ? അയ്യോ, എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് മത്തങ്ങ ഉണ്ടാവണതേ. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിതായിട്ട്. കണ്ടോ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ടെറസിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സൂപ്പർ. ഇത് വെളുത്തുള്ളി ആവണു, എടുക്കാറായിട്ടില്ല. ഇവിടെയും കുറച്ച് സെല്ലർ വെച്ചിട്ടുണ്ട്, ഉണ്ട സെല്ലറാണ്. അത് ഇത്രയേ ആയിട്ടുള്ളൂ. ഇവിടെ അതെ കേട്ടോ, സെല്ലറാണ്. മത്തങ്ങയാണ് ഇങ്ങനെ പടർന്ന് കൂടിയിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ പയർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറ്റിപ്പയർ, ബീൻസ് എല്ലാം കൂടെ പയർ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ആവണേ ഉള്ളൂ. കണ്ട, എൻ്റെ വെണ്ടയ്ക്ക കുട്ടപ്പന്മാർ കണ്ടോ, അടുത്ത കായ് വരാറായി. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്ന് ഹാർവെസ്റ്റ് ചെയ്യാറായി. ഇതുണ്ടോ, ഇവിടെ ഒരു വെണ്ട, അത് 2 വെണ്ട ഉണ്ട് ഇവിടെ ഉണ്ട്. ഇതിനെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാറായി ഇന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ഹാർവെസ്റ്റും കൂടെ ഉണ്ട്. അങ്ങനെ ഹാർവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് കോളിഫ്ലവറിനെ ഹാർവെസ്റ്റ് ചെയ്യാം. ഒരു ബൊക്കെ റെഡി ആയിട്ടോ. സൂപ്പറല്ലേ? ഞാൻ ഈ ഇലകളൊന്നും കളയില്ല കേട്ടോ. എത്ര പേര് ഇതൊക്കെ ഉപയോഗിക്കുന്ന അറിയില്ല. ഒരുപാട് എന്താ പറയുക, പൂച്ചയൊന്നും കടിക്കാത്ത നല്ല ഇലകളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല. അതൊക്കെ നമുക്ക് തോരനായിട്ട് ഉണ്ടാക്കി കഴിക്കാം. ആക്ച്വലി പറഞ്ഞാൽ ഈ ഇലകളിലാണ് അത്ര കൂടുതൽ വിറ്റമിൻസ് ഉള്ളത്. നമ്മുടെ ഈ കോളിഫ്ലവറിനേക്കാൾ, ഈ ഫ്ലവറിനേക്കാൾ ഈ ഇലയിലാണ് ഇത്രയും വിറ്റമിൻസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല ഞാൻ. എൻ്റെ വെള്ളരി ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഉള്ളി ഹാർവെസ്റ്റിന് റെഡിയായി, വിളവെടുപ്പിന് റെഡിയായി. എടുക്കട്ടെ കേട്ടോ. കണ്ട സൂപ്പർ ഉള്ളിയല്ലേ? ഇങ്ങനെ എല്ലാം ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. വെണ്ട, ചീര, പിന്നെ പച്ചച്ചീര അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ പോലെ ഇട്ട് വിത്താണ്. ഇത് നമ്മുടെ സാധാരണ തക്കാളിയാണ്, ഇങ്ങനെ ബഞ്ചായിട്ട് തന്നെ. ഇത് ഭംഗിയല്ലേ കാണാൻ? ചുവന്ന ചീര നട്ട് വെച്ചിട്ടേ ഉള്ളൂ, ആയി വരുന്നു. ഇവിടെ ഈ തക്കാളിക്കടയിലും പച്ചച്ചീര ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു തരം ചീരയാണ് കേട്ടോ, പാലച്ചീര പോലെ ഉണ്ടാവും. വഴവഴന്ന് തോരനുണ്ടാക്കാൻ വലിയ എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല.
ഇത് നമുക്ക് എന്താ പറയുക കറിയൊക്കെ ആയിട്ട് കറിയൊക്കെ ആയിട്ട് വെക്കാം. പരിപ്പൊക്കെ ഇട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റായി ഈ ചീര. ഇത് വിത്തിട്ട് തന്നെ വന്നതാണ് കേട്ടോ. കഴിഞ്ഞ പോലത്തെ വിത്ത് ഇട്ടിട്ട് വന്നതാണ്. ഇവിടെ ഒരു ചോളം മൈസ് വെച്ചിട്ടുണ്ട്. ആവണേ ഉള്ളൂ എൻ്റെ സീസൺ. സൺഫ്ലവർ കണ്ടോ, സൺഫ്ലവർ സീഡ്സ് എനിക്ക് ഒന്നും പറയണ്ട. എല്ലാ കൊല്ലം എനിക്കിതുപോലെ ദൈവം സഹായിച്ച് സൺഫ്ലവേഴ്സ് ഉണ്ടായും കൊണ്ടേയിരിക്കും. ഒരൊറ്റ തവണയാണ് ഞാൻ ബേഡ്സിന് ഭക്ഷണം കഴിക്കാൻ മേടിച്ചത്. കണ്ടോ സൺഫ്ലവർ ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരാൾ കിടന്ന് ചാച്ചു ഉറങ്ങുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് നേച്ചർ അല്ലേ, സൂപ്പറല്ലേ. ഈ ഉള്ളിയുടെ പൂക്കളുടെ ഭംഗി എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ, എന്ത് ഭംഗിയാല്ലേ. രാവിലെ വന്നു കഴിഞ്ഞാണല്ലോ ഇങ്ങനെ ഓരോ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടാവും. അത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഗാർഡനിങ് ശരിക്കും നല്ല ഒരു മെൻ്റൽ റിലാക്സേഷനാണ്. എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, മെൻ്റൽ റിലാക്സേഷനാണ്. നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടെങ്കിലും ഇതിങ്ങനെ രാവിലെ വന്ന് ഇങ്ങനെ ഓരോ പൂവൊക്കെ കണ്ട് ഒക്കെ ഇതായി പോകുമ്പോൾ നമുക്ക് എത്ര മനസ്സിന് എത്ര സന്തോഷമാണല്ലേ. തക്കാളിയൊക്കെ കുറേ പൂവ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഐസ്ബർഗ് സാലഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്നേ കാണുന്നുള്ളൂ. ഇവിടെ ഉണ്ട് കണ്ടോ, ഇത് ഐസ്ബർഗാണ്, ഐസ്ബർഗ് സാലഡ് ആവണു. ഇന്നത്തെ ഹാർവെസ്റ്റും കണ്ടാലോ. ഇത് കണ്ടോ, ഇത്രയും ഉള്ളി കിട്ടിയിട്ടോ. ഞാൻ വെച്ചത് ഒരു 8-10 ഉള്ളി അത്ര തന്നെ വെച്ചിട്ടുള്ളൂ. സാമ്പാർ ഉള്ളി, ചെറിയ ഉള്ളി. അതിന് എനിക്ക് ഇത്രയും ബഞ്ച് ഉള്ളി കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഹാർവെസ്റ്റ് ആയിട്ടില്ല കേട്ടോ. ആയത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതാ കോളിഫ്ലവർ, ഒരു ടേണിപ്പ്, ഒരു വെണ്ട അതും കിട്ടിയിരുന്നു. അതെവിടെയാണ്, ഇതാ 2 വെള്ളരി കിട്ടി. 2 വെള്ളരി ഹാർവെസ്റ്റ് ചെയ്തു. ഒരു വെണ്ട, ഇത്രയും കിട്ടി. പോരെ, ധാരാളം ഇല്ലേ. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാണുന്ന നിങ്ങൾക്കും ഒത്തിരി ഹാപ്പി ആയിരിക്കും തോന്നുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന വല്ല ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. എൻ്റെ ടെറസ് ഗാർഡനാണ്. പിന്നെ ഗ്രീൻ പീസിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. അത് വിത്ത് തരാറായി. കണ്ടോ, ഞാനവിടെ 1-2 എടുക്കാൻ മറന്നുപോയി. അവിടെ വിത്തായി. ഇപ്പോൾ അടുത്ത കൊല്ലത്തേക്കായി. ഇവിടെ ഇപ്പോൾ സമയം ഈവനിങ് 8 മണിയൊക്കെ ആവാറായി തോന്നുന്നു. ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ടോ, ബ്യൂട്ടിഫുൾ സൺസെറ്റോടുകൂടി നമുക്ക് ഈ ഗാർഡനിങ് ടൂർ അവസാനിപ്പിക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എൻ്റെ ഗാർഡൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും എൻ്റെ ഗാർഡൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ നിങ്ങളുടെ ലൈക്ക് ആൻഡ് കമൻറ്റ്സ് തരിക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാൻ വീഡിയോസ് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ ഈ സമ്മറിലാണ് ഈ ഗാർഡൻ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഞാൻ അയക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഹാവ് എ നൈസ് ഈവനിങ് ഡിയേഴ്സ്. ബൈ ബൈ.